മ്യൂട്ട് ആകല. Good afternoon, teacher. Good afternoon, teacher. Good afternoon, teacher. Good afternoon. Good afternoon. ചായ കുടിച്ചോ എല്ലാവരും? No. ആ നമ്മള് വീണ്ടും വന്നല്ലേ? അനിഷ മോഹൻ. Good morning, teacher. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണോ ഇപ്പൊ? ഗുഡ് ആഫ്റ്റർനൂൺ. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മുടെ സമയായി. ഓക്കെ, എല്ലാരും വന്നോണ്ടിരിക്കുക അല്ലെ? നമ്മൾ എന്താ കഴിഞ്ഞ പീരീഡ് പഠിച്ചത്? കളേഴ്സ് പഠിച്ചല്ലേ? നിങ്ങള് ഗ്രൂപ്പിൽ കണ്ടോ? കളേഴ്സ് ഇട്ടത് കണ്ടോ? എഴുതിയെടുത്തോ? എഴുതിയില്ല? കുഴപ്പമില്ല. എല്ലാവരും ടീച്ചർ മ്യൂട്ട് ആക്കുവാണ്. കൂട്ടുകാരൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ് അല്ലെ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 6 കളേഴ്സാ പഠിച്ചത് അല്ലെ? 6 നിറങ്ങൾ പഠിച്ചു അല്ലെ? ആണോ എറിക്കേ? ബാക്കിയുണ്ട്, ഇനിയുണ്ട് കളേഴ്സ്. അന്നപ്പോ കുറച്ചേ പഠിച്ചുള്ളൂ. ഉച്ച സമയമല്ലേ, ഉറക്കം തൂങ്ങി ഇരിക്കുവല്ലേ എന്ന് വിചാരിച്ചിട്ട് ടീച്ചറ് കുറച്ച് കളറേ പഠിപ്പിച്ചുള്ളൂ. ഇനി ബാക്കി കളേഴ്സും കൂടി ഉണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ ടീച്ചറിനെ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. ഉണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഇപ്പൊ നിങ്ങള് ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടത് എഴുതിയെടുത്തവർ എത്ര പേരുണ്ട്? റൈസ് യുവർ ഹാൻഡ്. ഓക്കെ, ഹിന്ദി നോട്ട് ബുക്കിലല്ലേ എഴുതിയത്? 2 ലൈൻ കോപ്പിയിലല്ലേ എഴുതിയത്? യെസ്. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേന്നറിയോ? അതിന്റെ ബാക്കി കളേഴ്സും കൂടി ഉണ്ട്. ഒത്തിരി ആവുമ്പോൾ പഠിക്കാൻ പറ്റൂല വെച്ച് ടീച്ചർ കുറച്ച് തന്നുള്ളൂ. അന്നപ്പം അതിന്റെ ബാക്കി കളേഴ്സ് കൂടെ ഇപ്പൊ പഠിക്കാം അല്ലേ? അതെ, ഏതൊക്കെയാന്ന് നോക്കിയോ. നമ്മൾ ഏതൊക്കെ പഠിച്ചു? സഫേദ്, കാല, പീല, പിന്നെന്താ പഠിച്ചേ? ഹര, ലാൽ, പിന്നെ നീല, ബ്ലൂ പഠിച്ചു അല്ലേ? നീല. പിന്നെ ഇനി ബാക്കിയുള്ളത് 4 കളേഴ്സും കൂടി ഉണ്ട് പഠിക്കാൻ. ബൈഗനി, പറഞ്ഞേ. ബൈഗനി എന്ന് പറഞ്ഞ എന്താ? ബ്രിഞ്ചാള് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ബ്രിഞ്ചാള്, വഴുതനങ്ങ അല്ലേ? ബ്രിഞ്ചാളിന്റെ കളർ എന്താ? വയലറ്റ് അല്ലേ? ഗ്രീനും ഉണ്ട്, അങ്ങനെയല്ല. പൊതുവെ നമ്മള് ബ്രിഞ്ചാളിന് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളറാ പറയുന്നത് അല്ലേ? അതെ. ബൈഗനി മീൻസ് വയലറ്റ് ഓർ പർപ്പിൾ. ബൈഗനി പറഞ്ഞേ. ബൈഗനി എന്നൊക്കെ പറയും. ബൈഗനി all of you say ബൈഗനി means purple or എന്താ? violet. നെക്സ്റ്റ് ഗുലാബി. എന്താ നമ്മള് ഗുലാബ് എന്ന് പഠിച്ചില്ലേ? ഗുലാബ് എന്ന് പറഞ്ഞ എന്തായിരുന്നു?
റോസ് അല്ലേ, റോസ് ഫ്ലവർ. ഗുലാബ് എന്ന് പറഞ്ഞ റോസ്, റോസാപ്പൂവിനെ ഗുലാബ് എന്ന് പറഞ്ഞ ഹിന്ദിയിൽ അല്ലെ. ഗുലാബി മീൻസ് പിങ്ക്, പിങ്ക് നിറത്തിനാണ് ഗുലാബി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പൂര. പൂര പറഞ്ഞാല് ബ്രൗൺ, ബ്രൗൺ കളർ അറിയോ? പൂര, സേ പൂര. എന്താ പൂര എന്ന് പറഞ്ഞാല് ബ്രൗൺ. നെക്സ്റ്റ് നാരങ്ങി. എന്താ നാരങ്ങി എന്ന് പറഞ്ഞാല്? നമ്മൾ ഓറഞ്ച് എന്ന് പറയില്ലേ, ഓറഞ്ചിന് നാരങ്ങി എന്നാ ഹിന്ദി പറയുന്നത്. നാരങ്ങ, ഓറഞ്ച് എന്നൊക്കെ പറയും അല്ലേ. നാരങ്ങി ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ അല്ലെ. ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് നാരങ്ങി, ഓറഞ്ചിന്, ഓറഞ്ച് കളറിന് പറയുന്ന ഹിന്ദിയില് നാരങ്ങി. 4 കളറും കൂടെ എക്സ്ട്രാ പഠിച്ചില്ലേ നമ്മളിപ്പോ? ഏതൊക്കെയാന്ന് പറഞ്ഞോ? ഓളോഫീസ് കൈകെട്ടിയിരുന്നേ, എല്ലാവരും കൈകെട്ടിയിരുന്നേ. ഹിബ, ഫാത്തിമ, hold your hands. Okay, and Amanna. Okay, okay. Listen. ഏതൊക്കെ കളറായിരുന്നു പഠിച്ചത്? ബൈംഗനി പറഞ്ഞോ. ബൈംഗനി, ഗുലാബി, പൂര, നാരങ്ങി. ഓക്കെ, ഗുഡ്. ഒന്നുകൂടെ 10 കളേഴ്സ് ആയി. 10 കളേഴ്സ് ഇപ്പം പഠിക്കാൻ പോവാണ് നമ്മള്. ശ്രദ്ധിച്ചിരിക്കണം. സഫേദ്, കാല, ലാൽ, ഹര, നീല, പീല, ബൈഗനി, ഗുലാബി, പൂര, നാരങ്ങി. 10 കളറായോ? എണ്ണി നോക്കിയോ നിങ്ങള്? നോക്കിക്കോ, വിരലെടുത്ത് എണ്ണി നോക്കിക്കോ. ടീച്ചറിന്റെ കണക്ക് തെറ്റിയോ നോക്കട്ടെ. ഒന്നൂടെ. സഫേദ്, നിങ്ങൾ പറയണം, വിരല് മാത്രം എണ്ണി നോക്കിയാൽ മാത്രം പോരാ, പറയും കൂടെ ചെയ്യണം. ഒന്നൂടെ. സഫേദ്, കാല, ലാൽ, ഹര, നീല, പീല, ബൈംഗനി, പൂര, ഗുലാബി, നാരങ്ങി. 10 കളേഴ്സ് ആയോ? തെറ്റിയോ? കണക്ക് തെറ്റിയോ ടീച്ചർക്ക്? ഇല്ല, ഇല്ല. ഗുഡ്. നാഫി, നാഫി ടീച്ചർ എണ്ണാൻ പഠിച്ചു. 10 വരെ എണ്ണാൻ പഠിച്ചു ഇപ്പൊ അല്ലേ? ഓക്കെ, ഗുഡ്. ഗുഡ്. ഒന്നുകൂടെ കളേഴ്സ് പറയാം. അതുകൊണ്ട് നമുക്ക് ചിഹ്നങ്ങൾ എടുക്കാനുണ്ട്. കളേഴ്സ് പറയാം ഒന്നുകൂടെ. ഓക്കെ, തുടങ്ങിക്കോ. സഫേദ്, കാല, ലാൽ, ഹര, നീല, പീല, പിന്നെന്താ മറന്നുപോയി ടീച്ചറ്? ബൈഗനി, ഗുലാബി, പൂര, നാരങ്ങി. 10 കളേഴ്സ് ആയോ? വിട്ടുപോയോ? ഇല്ല. ഓക്കെ, ഇനി ടീച്ചർ വാട്സപ്പ് ചെയ്ത് തരുമ്പോ ബാക്കിയുള്ള കളേഴ്സും കൂടെ വാട്സപ്പ് ചെയ്ത് തരാം. അത് എവിടെ നിങ്ങൾ എഴുതേണ്ടത്? ഇപ്പൊ എഴുതിയതിന്റെ താഴെ എഴുതണം കേട്ടോ. ഒട്ടും എഴുതാത്തവര്, ഇപ്പം തീരെ എഴുതാത്തവര് രണ്ടും കൂടെ ഒന്നിച്ച് ഈ പീരീഡ് കഴിയുമ്പോ എഴുതിയെടുക്കണം കേട്ടോ.
ഓക്കെ, ടീച്ചർ അത് ഒന്നിച്ചിട്ട് തരാം. എഴുതിയവരത് വീണ്ടും എഴുതണ്ട. എഴുതിയവരെന്ത് ചെയ്യണം? ഇപ്പം പിന്നെ ബാക്കി പഠിപ്പിച്ച് ഓർ കളേഴ്സ് കൂടെ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് എഴുതുക. എഴുതാത്തവരെന്ത് ചെയ്യണം? അത് മൊത്തത്തില് എഴുതിയെടുക്കണം. റെഡിയാണോ? നമ്മുടെ നോട്ട് ബുക്കില്, ഹിന്ദി നോട്ട് ബുക്കില് 2 ലൈൻ കോപ്പിയില് രംഗ് എന്ന് എഴുതുക, കളേഴ്സ് എന്ന് കൊടുക്കുക. ഇംഗ്ലീഷിൽ കളർന്ന് എഴുതിക്കോ മനസ്സിലാവണമെങ്കില്. രംഗ് എന്നാണ് ഹിന്ദിയിൽ പറയാ കളറിന്. രംഗ് എന്ന് എഴുതുക, കളർന്ന് കൊടുക്കുക. ടീച്ചർ വാട്സപ്പ് ചെയ്ത് തരാം, അത് നോക്കി എഴുതിയാൽ മതി. ആ ഒരു പേജില് ഈ 10 കളേഴ്സും എഴുതിയെടുക്കണം. ഏതൊക്കെയാണോ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ? ഇപ്പൊ പഠിച്ചോണം. ഞാൻ ചോദിക്കും ലാസ്റ്റ് 10 കളേഴ്സും ചോദിക്കും. ഓക്കെ, പറഞ്ഞോളൂ. സഫേദ്, വൈറ്റ്. ഇംഗ്ലീഷ് വേർഡ് കൂടെ പറഞ്ഞു തരട്ടെ? സഫേദ്, വൈറ്റ്. കാല, ബ്ലാക്ക്. ഹര, ഗ്രീൻ. പീല, യെല്ലോ. നീല, ബ്ലൂ. ബൈംഗനി, എന്താ? വയലറ്റ് ഓർ പർപ്പിൾ. പൂര, ബ്രൗൺ. നാരങ്ങി, ഓറഞ്ച്. ഓക്കെ, മനസ്സിലായോ? എന്താ ഹിന്ദിയിൽ പഠിച്ചത് നമ്മള്? കളേഴ്സ് അല്ലേ? രംഗ് പഠിച്ചു, രംഗ്. ശ്രീഹരി, ശ്രീഹരി. എന്താ അവിടെ ചെയ്യുന്നേ? അനീറ്റ, ഫിലിപ്പിന്റെ കൂടെ ആരാ? കുഞ്ഞനിയത്തി ഉണ്ടോ? അനീറ്റ, അനീറ്റ. ഓക്കെ, ഇനി എന്താ നമ്മൾ പഠിക്കുന്നത്? കളേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് നേരത്തെ ഇതിന്റെ ബാക്കിയായിരുന്നു ഇപ്പൊ എടുത്തത്. ഇനി അടുത്തത് നമ്മൾ ചിഹ്നങ്ങള്. ചിഹ്നങ്ങള് ബാക്കിയുണ്ടല്ലേ? അന്ന് എന്താ പഠിച്ചത്? കായ്ക്ക് കാ എന്ന വ്യഞ്ജനാക്ഷരത്തിന് ചിഹ്നം ചേർത്ത് എഴുതേ ഉള്ളൂ. ഇനി ബാക്കി കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ ഞാൻ തരും, നിങ്ങൾ അത് ഹോംവർക്ക് ചെയ്യണം. ഇങ്ങനെ അക്ഷരങ്ങൾ തരും, അത് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതിയിട്ട് വാട്സപ്പ് ചെയ്യണം. നോട്ട്ബുക്ക് ചെക്ക് ചെയ്യും. ഞാൻ എല്ലാവരുടെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും എഴുതണം. എഴുതില്ലേ? ഗുഡ്. ഇപ്പൊ എങ്ങനെയാ ചിഹ്നം ചേർത്ത് പറയുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞു തരാം. ക, കാ, കി, കീ, കു, കൂ, കിർ. കെ, കൈ, കോ, കൗ, കം, ക. അങ്ങനെ ഓരോ അക്ഷരങ്ങള് ചിഹ്നം ചേർത്ത് എഴുതി പഠിക്കണം നമ്മള്. അതിപ്പോ ടീച്ചർ വാട്സപ്പ് ചെയ്ത് തരും. ക്ലാസ് കഴിഞ്ഞ പാടെ വാട്സപ്പ് ചെയ്ത് തരും. നിങ്ങൾ എന്ത് ചെയ്യണം? 2 ലൈൻ കോപ്പിയിലോട്ട്, നാളത്തേക്ക് വെക്കരുത്, ഇപ്പൊ തന്നെ 2 ലൈൻ കോപ്പിയിലോട്ട് അതെടുത്ത് എഴുതണം. ആർ യു റെഡി? ഗുഡ്. നേരത്തെ വർക്ക് തന്നെ എഴുതാത്തവരുണ്ട്, കുഴപ്പമില്ല. എഴുതിയവര് നല്ല കുട്ടികളാണ്. എഴുതാത്തവർ എന്ത് ചെയ്യണം? ഈ ബാക്കി തന്ന കളേഴ്സും കൂടെ കൂടിയിട്ട് ഒന്നിച്ചെഴുതണം. കേട്ടോ? അലൻ തോമസ് എഴുതിയോ? അലൻ? ഓക്കെ, ഗുഡ്. ഹിന്ദിക്ക് ഇന്ന് ഒത്തിരി വർക്ക് തരുന്നുണ്ട്, നിങ്ങൾ എഴുതണം കേട്ടോ. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്നല്ല, നിങ്ങൾ നാളെ ആയാലും പോസ്റ്റ് ചെയ്ത കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ എടുത്ത് എഴുതണം അതിലോട്ട് കേട്ടോ. ഓക്കെ, റഫിലായാലും എഴുതണം. പിന്നെന്താ ചോദിക്കട്ടെ? കളേഴ്സ് ചോദിക്കട്ടെ?
ഓർമ്മയുണ്ടോ നോക്കട്ടെ. സ്പീഡ് പറഞ്ഞു പഠിക്കണം കേട്ടോ കളേഴ്സ്. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ, ലാസ്റ്റ് വന്നവർക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. ലിസൺ ഹിയർ, ഓൾ സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. ടെസ്സ മരിയ, വേർ ആർ യു ഗോയിങ്? കിടന്നോ ഇരുന്നോ എന്തൊക്കെയാ ചെയ്യുന്ന ഇവര്? ഗുഡ്. Sit down. Sit down. ടീച്ചർ കഴിഞ്ഞ പീരീഡ് എന്തോ ലാസ്റ്റ് പറഞ്ഞിട്ടാണല്ലോ പോയത്. ഓർക്കുന്നുണ്ടോ? നിങ്ങളോട് എന്തോ ചോദിച്ചല്ലോ, ഓർക്കുന്നുണ്ടോ? എന്താ ചോദിച്ചത്? നിങ്ങൾ എന്താ സ്കൂളിൽ വരാത്തേന്നല്ലേ? സ്കൂൾ ബസ് ഇല്ലാത്തതുകൊണ്ടാ വരാത്തത് നിങ്ങൾ പറഞ്ഞല്ലേ? ആരെ എറിക്കാണെന്ന് പറഞ്ഞത്? സ്കൂൾ ബസ് ഇല്ലാത്തതുകൊണ്ടാ നമ്മൾ സ്കൂളിൽ വരാത്തത്. സ്കൂൾ ബസ് എന്താ വരാത്തേന്ന് ചോദിച്ചപ്പോ എന്നാ പറഞ്ഞേ? കൊറോണയാന്ന് പറഞ്ഞു. കൊറോണ എന്ന് പറഞ്ഞപ്പോ എന്താന്ന് പറഞ്ഞു? കൊറോണ എന്താന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. കൊറോണ എന്ന് പറഞ്ഞ എന്താ അറിയോ നിങ്ങൾക്ക്? കൊറോണ എന്ന് പറഞ്ഞ ഒരു മാസ്ക് ഇടണം, കൈ കഴുകണം അല്ലേ? സോപ്പിട്ട് കൈ കഴുകണം, ഇങ്ങനെയൊക്കെയല്ലേ നമുക്കറിയുള്ളൂ. പിന്നെന്താ? കുഞ്ഞു കുട്ടികൾ പുറത്തു പോകാൻ പാടില്ല അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ. എന്തുകൊണ്ടാ കൊറോണ എന്ന് പറഞ്ഞാല്? ഒരു വൈറസാ അല്ലേ? നമ്മൾ ചാടി പിടിക്കുന്ന പറഞ്ഞേ, കുഞ്ഞു കുട്ടികളൊക്കെ ചാടി പിടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് വിടാത്തത് അല്ലേ? അതെ. നിങ്ങൾ പുറത്തു പോകാറുണ്ടോ? പാർക്കിലൊക്കെ പോകാറുണ്ടോ ഇപ്പൊ? ഇല്ല, എവിടെയും പോകാറില്ല അല്ലെ? വീട്ടിൽ തളച്ചിട്ടേക്കുവാ നമ്മളെ. കുറച്ച് ദിവസം കൂടെ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കണം അല്ലേ? കൊറോണയെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിടണം. കൊറോണയിലോട്ട് പോയോ എല്ലാരും? ക്ലാസ്സിലോട്ട് തിരിച്ചു വാ. എല്ലാരും ബോറടിച്ചിരുന്നപ്പോൾ ടീച്ചർ കൊറോണ എടുത്തിട്ടാ. ക്ലാസ്സിലോട്ട് തിരിച്ചു വന്നു കേട്ടാ. എന്താ പഠിച്ചത് ഇന്ന്? കൊറോണന്ന് ആണോ? ഇന്ന് കൊറോണയാണോ പഠിച്ചേ? അല്ല, ഇന്ന് എന്താ നമ്മൾ പഠിച്ചത്? ഹിന്ദിയില്. ഇത് അപ്പൊ വരുമ്പോ പറയണ ഇന്ന് ഹിന്ദിയിൽ കൊറോണയാ പഠിച്ചത്. മാസ്ക് ഇടണം എന്ന് പറഞ്ഞു ടീച്ചർ. കൈയിട്ട് സോപ്പിട്ട് കൈ കഴുകാൻ പറഞ്ഞു അല്ലേ? അങ്ങനെയല്ല, ഇന്ന് നമ്മൾ ഹിന്ദിയിൽ എന്താ പഠിച്ചത്? കളേഴ്സ് പഠിച്ചു. ഹിന്ദിയില് രംഗ് അല്ലേ? കളേഴ്സിന് എന്താ ഹിന്ദി പറയാ? രംഗ്. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. മുഹമ്മദ് ഷാ, ലിസൺ ഹിയർ. ഡാൻസ് ചെയ്യണം അവിടെ. ഡാൻസ് ചെയ്യാനൊക്കെ നല്ല അവസരം തരാം. ഇവിടെ ശ്രദ്ധിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ. ആരാ? ഹിബ ഫാത്തിമ. ഹിബ ഫാത്തിമ, എല്ലാരും ഡാൻസ് ചെയ്യുക. നമുക്ക് സ്കൂള് തുറക്കട്ടെ, എല്ലാരും നമുക്ക് ഡാൻസ് ചെയ്യിക്കാം സ്കൂളിൽ നിന്ന് അല്ലേ? അതെ, റെഡിയാ. നമുക്ക് തുടങ്ങാം ഒന്നുകൂടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് വന്നവർക്ക് വേണ്ടി ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. രംഗ് ഏതൊക്കെയാന്ന് പഠിച്ചു അല്ലെ? 10 കളേഴ്സ് പഠിച്ചു നമ്മള് ഹിന്ദിയില്. ഏതൊക്കെയാ? ലിസൺ ഹിയർ. കൈയ്യട്ടിരുന്നേ. ഓക്കെ. ലിസൺ. അവിടെ നിന്ന് ഒച്ചത്തിൽ പറയണം കേട്ടോ. ഒച്ചത്തിൽ പറയണം. സഫേദ്, വൈറ്റ്. വൈറ്റ് കളറിന് എന്താ പറയാ? സഫേദ്. സഫേദ്, വൈറ്റ്. കാല, ബ്ലാക്ക്. ഹര, ഗ്രീൻ. നീല, ബ്ലൂ. പീല, യെല്ലോ. ഗുലാബി. എന്താ ഗുലാബി എന്ന് പറഞ്ഞാല്? പിങ്ക്. പിങ്ക്. ബൈഗനി, വയലറ്റ് ഓർ പർപ്പിൾ. പൂര, ബ്രൗൺ. നാരങ്ങി, ഓറഞ്ച്.
ഓക്കെ, ഹിന്ദി വേർഡ് മാത്രം പറഞ്ഞു തരാം. ഹിന്ദിയിലെ കളർ മാത്രം പറഞ്ഞുതരാം. ലിസൺ ഹിയർ. സ്പീഡ് പറഞ്ഞു പഠിക്കണം. എങ്ങനെയാ? സഫേദ്. ടീച്ചർ പറഞ്ഞുതരാം ഒരു പ്രാവശ്യം. ലിസൺ. സഫേദ്, ലാൽ, ഹര, കാല, പീല, നീല, ബൈഗനി, ഗുലാബി, പൂര, നാരങ്ങി. നിങ്ങൾ ചേർന്ന് പറയണം. നിങ്ങൾ പറയണം. ടീച്ചർ പറയുന്നത് കൂടി നിങ്ങൾ കൂടെ പറയണം കേട്ടോ. ഇപ്പൊ പഠിക്കണം. നമുക്ക് കളേഴ്സ് ഇപ്പൊ പഠിക്കണം. ഓക്കെ, തുടങ്ങിക്കോ. സഫേദ്, കാല, ഹര, നീല, പീല, ഗുലാബി, ബൈംഗനി, പൂര, നാരങ്ങി. ഓക്കെ, എന്ത് ചെയ്യണം ഇത്? നേരത്തെ 6 കളേഴ്സ് വാട്സപ്പിൽ ഇട്ടു അല്ലേ? എഴുതിയവർ എന്ത് ചെയ്യണം? അതിന്റെ ബാക്കിയും കൂടെ ചേർന്ന് എഴുതണം. ടീച്ചർ ഒന്നിച്ചിട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരാം. 10 കളേഴ്സ് ഒന്നിച്ച് ഗ്രൂപ്പിൽ ഇട്ട് തരും. ഇപ്പോ ക്ലാസ് കഴിയുന്നോടെ 6 കളേഴ്സ് എഴുതിയവർ എന്ത് ചെയ്യണം? അതിന്റെ ബാക്കി കൂടെ ചേർത്ത് എഴുതുക. ഓക്കെ, 4 കളേഴ്സ് കൂടെ ചേർത്ത് എഴുതുക. എഴുതാത്തവരുണ്ടല്ലോ, കുറേ മടിയന്മാരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ആ എഴുതാത്തവർ എന്ത് ചെയ്യണം? ആ 10 കളേഴ്സും ഒന്നിച്ചെഴുതണം. അല്ലേ? നമ്മുടെ 2 ലൈൻ കോപ്പിയില് ആ ഒരു പേജിൽ നമ്മൾ 10 കളേഴ്സും എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തേഴ്സ്ഡേ, നെക്സ്റ്റ് തേഴ്സ്ഡേ വരുമ്പോ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ബുക്ക് ഉണ്ടാവണം? ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക് വേണം, അക്ഷരദീപ് വേണം, 2 ലൈൻ കോപ്പിയും വേണം. അല്ലാതെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. എല്ലാരും ബുക്ക് വാങ്ങണം കേട്ടോ, പെട്ടെന്ന്. ആ ഓക്കെ. പിന്നെ എന്തോ ഒരു വർക്ക് പറഞ്ഞല്ലോ ഇന്ന്, ചിഹ്നങ്ങൾ എഴുതാനല്ലേ? ചിഹ്നങ്ങൾ എഴുതാൻ ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ട് തരും. ഇന്ന് കുറച്ച് ഹോംവർക്ക് കൂടുതലാ. സാരമില്ല, കുറെ ദിവസം ഉണ്ടല്ലോ അല്ലെ? ചിഹ്നങ്ങൾ ചേർത്ത് ഓരോ അക്ഷരവും, വ്യഞ്ജനാക്ഷരങ്ങള് ഓരോ അക്ഷരവും ചിഹ്നം ചേർത്ത് എഴുതാൻ ടീച്ചർ ആദ്യം തരും, എഴുതി തരും. അത് നിങ്ങള് നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യുക. ആദ്യം ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? കളേഴ്സ് എഴുതുക. നെക്സ്റ്റ് പേജില് ചിഹ്നങ്ങൾ ചേർത്ത് അക്ഷരങ്ങൾ എഴുതുക. 3ാമത്തെ പേജില് വീണ്ടും ഒരു പേജ് കൂടി ഉണ്ട് എഴുതാൻ. എന്താ? ടീച്ചർ കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ തരും. ആ അക്ഷരങ്ങളെ നിങ്ങൾ ചിഹ്നങ്ങൾ ഇട്ടിട്ട് എഴുതി പോസ്റ്റ് ചെയ്യണം. എങ്ങനെയാ? ടീച്ചർ ഇപ്പൊ കാന്നുള്ള അക്ഷരം തന്നു, ചിഹ്നങ്ങൾ ചേർത്ത് എങ്ങനെ എഴുതുക? ത, ക, കി, കീ, കു, കൂ, കിർ, കെ, കൈ, കോ, കൗ, കം, ക. ഇങ്ങനെ എഴുതാൻ പറയൂ. ചെയ്യുവോ? എഴുതുവോ നിങ്ങള്? ആ ഗുഡ്, നല്ല കുട്ടികളാട്ടോ. ഓക്കെ, ടീച്ചർ ഓരോരുത്തർ അടുത്തായിട്ട് വരുവാണ്. കളേഴ്സ് ചോദിക്കാൻ പോവാണ്. 10 കളേഴ്സും പറയണം. ഇപ്പൊ പറഞ്ഞു കേൾപ്പിക്കണം. ഒന്നുകൂടെ പറഞ്ഞു തരണോ? വേണോ? പറഞ്ഞു തരണമെങ്കില് വേണമെന്ന് പറഞ്ഞേ, കൈ ഉയർത്തി കാണിച്ചാൽ മതി വേണമെങ്കില്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏറ്റു പറയണം, നിങ്ങള് കൂടെ പറയണം, ടീച്ചറിന്റെ കൂടെ പറയണം. ലിസൺ. സഫേദ്, കാല, പീല, നീല, ഹര, ബൈഗനി, ഗുലാബി, പൂര, നാരങ്ങി. ആ ഓക്കെ, ഞാൻ പഠിച്ചു, നിങ്ങൾ പഠിച്ചോ നോക്കട്ടെ. ഫസ്റ്റ് അമന്ന രാജേഷ്. അമന്ന, ടീച്ചർ പേര് വിളിക്കുമ്പോ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യുക, ആൻസർ പറയുക. അവിടെ ഇരുന്ന് പറഞ്ഞു പഠിച്ചോ ഇപ്പൊ? അമന്ന രാജേഷ്.
सफेद काला लाल पीला नीला नारंगी गुलाबी गुलाबी पूര पूरी പൂര പൂരി എന്നാണ് പഠിപ്പിച്ചത് പൂര पूरा पूरा बैगनी बैगनी ഓക്കെ ഗുഡ് നെക്സ്റ്റ് കുര്യൻ ജോസഫ് കുര്യൻ സഫേദ് പറഞ്ഞു सफेद അല്ല സഫേദ് പറ सफेद സഫേദ് എന്നല്ലടാ പറഞ്ഞു काला പീല നീല नीला നീല नीला काला ലാൽ लाल കുരങ്കി पुरंगी പൂര पूरा നാരങ്ങി नारंगी ആരാ കുര്യനെ പഠിപ്പിച്ചത് ചേട്ടായി ആയിരിക്കുമല്ലേ മോനെ പൂരാന്ന കേട്ടോ ബ്രൗൺ കളറിന് പൂരാന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് എറിക്കിനെ പിടിക്കട്ടെ അവൻ അവിടെ അടങ്ങിയിരിക്കുന്നില്ല പറഞ്ഞോളൂ सफेरा സഫേരയോ സഫേദ് सफेद नारंगी नीला पीला लाल പൂര पूरा ഗുലാബി गुलाबी बैगनी बैगनी ഓക്കെ ഹര ഹര അവിടെ ഇരുന്ന് ഡാൻസ് ചെയ്യുമായിരുന്നു അവൻ ഇത്രയും നേരം അല്ലേ എറിക്ക് ഇനി ആരാ കൈ ഉയർത്തിയാ മതി ഞാൻ ഫസ്റ്റ് ആരാ പറയുന്നത് മാളവിക നിങ്ങൾ ഇപ്പൊ പഠിച്ച മാളവിക മോളെ ഇപ്പൊ നമ്മള് 4 കളേഴ്സ് പഠിച്ചില്ലേ ഏതൊക്കെയാ ബൈഗനി ഗുലാബി പൂര നാരങ്ങി 4 കളേഴ്സ് പറഞ്ഞാൽ മതി കേട്ടോ नारंगी गुलाबी बैगनी പൂര पूरा പൂര पूरा ഓക്കെ ഓക്കെ 4 കളേഴ്സ് പറഞ്ഞത് നേരത്തെ പറഞ്ഞതല്ലേ ബാക്കിയുള്ള കളേഴ്സ് നേരത്തെ പറഞ്ഞതാണ് ഓക്കെ ജുവൽ മരിയ ഇപ്പൊ പഠിച്ച 4 കളേഴ്സ് പറഞ്ഞാൽ മതി പറഞ്ഞു ബൈഗനി बैगनी ഗുലാബി गुलाबी पूरा पूरा नारंगी ഓക്കെ ഗുഡ് വെരി ഗുഡ് നെക്സ്റ്റ് ഇഫ്ര ഫാത്തിമ പറഞ്ഞോ ഇപ്പൊ പഠിച്ച 4 കളേഴ്സ് പറഞ്ഞാൽ മതി गुलाबी पूरा नारंगी good very good അനിഹ പെട്ടെന്ന് പറഞ്ഞോ നമ്മുടെ ടൈം തീരാൻ പോവാണ് പറഞ്ഞോ മോളെ അനിഹ ഗുലാബി गुलाबी പൂര
പൂര ബൈഗനി. ഓക്കെ, ഗുഡ് ഗുഡ്. ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞു തരാം. ലാസ്റ്റ് പഠിച്ചത് അവിടെ ഒന്ന് പറഞ്ഞ എല്ലാവരും ഇത് പറഞ്ഞേ. ബൈഗനി, ഗുലാബി, പൂര, നാരങ്ങി. ഇന്ന് എന്താ നമ്മള് ക്ലാസ്സിൽ പഠിച്ചത്? ആദ്യമായിട്ടല്ലേ ഹിന്ദിയിൽ കളേഴ്സ് അറിയുന്നത്. ഇനി ആരാ പറഞ്ഞു കേൾപ്പിക്കുന്ന ടീച്ചറിനെ? അലൻ തോമസ്. അൺമ്യൂട്ട് ചെയ്യുമോനെ? പറഞ്ഞോളൂ. ബൈഗനി, നാരങ്ങി, ഗുലാബി, പൂരി. പൂരി. പൂരിനോ? പൂര. നെക്സ്റ്റ് ഹന്ന. ഹന്ന, അൺമ്യൂട്ട് ചെയ്യ. ഗുലാബി, വൈഗരി, നാരങ്ങി, പൂര. ഓക്കെ. ഋഷികേഷ്, അഭിലാഷ്. ഋഷികേഷ് മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പറഞ്ഞോ മോനെ ഋഷികേഷ്. പൂര, നാരങ്ങി, ഗുലാബി, വൈഗരി. ഓക്കെ, ഗുഡ്, മിടുക്കൻ. ഇനി ആരാണ്? ശ്രീഹരി. ശ്രീഹരി, ശ്രീഹരി പറഞ്ഞോ. പറഞ്ഞോളൂ. നാരങ്ങി, ഗുലാബി, പൂര, ബൈഗനി. അനീറ്റ ഫിലിപ്പ്. അനീറ്റ. ബൈഗനി. അൺമ്യൂട്ട് ആയോ? പറഞ്ഞോളൂ അനീറ്റ. ബൈഗനി, നാരങ്ങി, ഗുലാബി, പൂര, നാരങ്ങി. ഓക്കെ, ഗുഡ്. ഇനി ആര് പറയും? ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കുന്നവരാരാ? മുഹമ്മദ് അഫ്ല. മുഹമ്മദ് നാരങ്ങി, ഗുലാബി, ബൈഗനി, പൂര. ഗുഡ്. ഫറ ഫാത്തിമ. കൗശിക് വി ദീപു. കൗശിക് ഇപ്പൊ വന്നതല്ലേ? കൗശിക് മോനെ ക്ലാസ് കേട്ടോ? കൗശിക് കേട്ടോ? എന്താ ക്ലാസ്സിൽ പറഞ്ഞത്? ഇപ്പോഴത്തെ ക്ലാസ് കേട്ടില്ല? കൗശിക് ടീച്ചറോട് സംസാരിച്ചേ. കൗശിക്കിന് ക്ലാസ് കേട്ടോ?
നോ, ഈ ക്ലാസ്സിൽ നമ്മള് മുൻപത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ കൗശിക്? ആ, മുമ്പത്തെ ക്ലാസ്സിൽ കളേഴ്സ് പഠിപ്പിച്ചു അല്ലെ? 6 കളേഴ്സ് പഠിപ്പിച്ചു. അത് ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ബാക്കി കൂടെ ഉണ്ട്, ഒരു 4 കളേഴ്സ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാന്ന് ശ്രദ്ധിച്ചോ? എല്ലാവരും ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ പറഞ്ഞു തരാം. ബൈഗനി, ഗുലാബി, പൂര, നാരങ്ങി. ബൈഗനി എന്ന് പറഞ്ഞ ഏത് കളറാ? പർപ്പിൾ ഓർ വയലറ്റ്. ഗുലാബി പിങ്ക് കളറാണ്. പൂര ബ്രൗൺ. നാരങ്ങി ഓറഞ്ച്. ഇതാണ് ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഇന്നത്തെ വർക്ക് എന്തൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞുതരാം. ലാസ്റ്റ് വന്നവർക്ക് വേണ്ടി കൂടി പറഞ്ഞു തരാം. ഇന്നത്തെ ക്ലാസ്സില് കളേഴ്സ് ഫുള്ളായി. നമ്മൾക്ക് 10 കളറും പഠിച്ചു. നമ്മുടെ ഹിന്ദിയില് നമുക്ക് അത്യാവശ്യം വേണ്ട കളർ ആയിട്ടുണ്ടത്. 10 കളറുമായി. അതിനുശേഷം അത് നമ്മള് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കളറും കൂടെ ചേർത്ത് 10 കളേഴ്സും കൂടെ ഒന്നിച്ച് എഴുതുക. ഒരു പേജിൽ കളേഴ്സ് മാത്രം എഴുതുക. നെക്സ്റ്റ് പേജില് ചിഹ്നങ്ങൾ ചേർത്ത് കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ ടീച്ചർ അയച്ചു തരും, ഗ്രൂപ്പിൽ ഇട്ട് തരും. ആ ചിഹ്നങ്ങൾ ചേർത്തുള്ള അക്ഷരങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. കൗശികിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ, ഓക്കെ. അത് കഴിഞ്ഞ് അടുത്ത പേജിൽ ടീച്ചർ ഹോംവർക്ക് തരും. അത് ഇന്ന് തരുന്നില്ല കേട്ടോ, അത് അടുത്ത ദിവസം തരാം. ഇന്ന് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നമ്മുടെ ടൈം തീരാൻ പോവാണ്. ബൈ പറയട്ടെ. ഓക്കെ, ബൈ, see you. നെക്സ്റ്റ് തേഴ്സ്ഡേ വരുമ്പോ ബുക്ക് കൊണ്ടുവരണം എല്ലാവരും കേട്ടോ. എങ്ങോട്ട് കൊണ്ടുവരാനാ പറഞ്ഞേ? നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നാ പറഞ്ഞേ. ഏതൊക്കെയാ? ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക് വേണം, 2 ലൈൻ കോപ്പി വേണം, അക്ഷരദീപവും വേണം. ഇല്ലാതെ ക്ലാസ്സിൽ വരണ്ട കേട്ടോ. ഓക്കെ, ബൈ, see you. See you. Okay, bye, see you next Thursday. Okay.